കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ തരിശായി കിടന്ന 12 ഏക്കറിൽ നെല്ല് വിളയിച്ച കാസർഗോഡ് കാരാട്ട് വയൽ പാടശേഖര സമിതി വിളവെടുക്കുന്ന നെല്ല് സപ്ലൈകോയ്ക്ക് നൽകും. സർക്കാരിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ വർഷങ്ങളായി തരിശായി കിടന്ന 12 ഏക്കർ സ്ഥലത്ത് നെല്ല് വിളയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കാഞ്ഞങ്ങാട് കാരാട്ട് വയൽ കൃഷിക്കൂട്ടം. തരിശായി കിടന്ന 12 ഏക്കറിൽ ഉൾപ്പെടെ 40 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ നെൽകൃഷി നടത്തിയത്. 60 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന നാടൻ നെല്ലിനമായ 60-60 ഉപയോഗിച്ചാണ് കൃഷി. 15 ദിവസം വളർച്ചയെത്തിയ ഞാറ് നട്ടുകൊണ്ടായിരുന്നു തരിശുഭൂമിയിലേക്ക് കൃഷി വ്യാപിപ്പിച്ചത്. 22 തൊഴിലാളികൾ ഇതിനായി കൃഷിയിടത്തിൽ സജീവമായിരുന്നു. കാരാട്ട് വയലിൽ നടപ്പാക്കിയ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി കൃഷി വിജയകരമാക്കുന്നതിന് സഹായകമായി. കേരള സർക്കാരിൻ്റെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാരാട്ടുവയൽ പാടശേഖരം കൃഷിക്കൂട്ടം രൂപീകരിച്ച് കാരാട്ടുവയലിലെ തരിശായി കിടന്നിരുന്ന ഏക്കറോളം ഭൂമി കൃഷി ചെയ്തിരിക്കുകയാണ്. നല്ല വിളവാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. കാരാട്ടുവയൽ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഗുണവും കൂടി അവർക്ക് ഈ കൃഷിയിൽ ഉണ്ടായിട്ടുണ്ട്. വിളവെടുപ്പ് നടന്നു വരുന്ന പാടശേഖരത്തിൽ നിന്ന് 60 ടണ്ണോളം നെല്ല് പ്രതീക്ഷിക്കുകയാണ് പാടശേഖര സമിതി. ചാണകവും പച്ചിലയും വളമായി ഉപയോഗിച്ച് ജൈവ രീതിയിലാണ് കൃഷി നടത്തിയത്. വിളവെടുക്കുന്ന നെല്ല് സപ്ലൈകോക്ക് കൈമാറും. അമൃത ന്യൂസ്, കാസർഗോഡ്.